ക്രൊയേഷ്യനെ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുകയാണ്. എന്ത് മാച്ചാണ്, എങ്ങനെ അത് കണ്ടു തീർത്തെന്നൊരു ഐഡിയ ഇല്ല. അമ്മാതിരി ഒരു പ്രഷർ മാച്ചായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചാണ് കളി കണ്ടത്. ലാസ്റ്റ് മിനിറ്റ് വരെ, ഇഞ്ചുറി ടൈമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷൻ അടിപ്പിച്ചൊരു കളിയായിരുന്നു. ഈ ക്രൊയേഷ്യ സെക്കൻഡ് ഹാഫ് കളിച്ച കളി എന്ത് കളിയാണ് അവർ കളിച്ച്? പ്രൈം ക്രൊയേഷ്യ കളിക്കുന്ന പോലെയാണ് സെക്കൻഡ് ഹാഫിൽ അവർ കളിച്ചത്. ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ അവർ കളിയിൽ പോലും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് ഒരു ചാൻസും അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ശരിക്കും നല്ലോണം തുടങ്ങിയത് പോർച്ചുഗലായിരുന്നു. ഫസ്റ്റത്തെ ഒരു 15-10 മിനിറ്റൊക്കെ നല്ല രീതിക്ക് അവർ കളിച്ചു. നല്ലൊരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു വിങ്ങിൽ കൂടെ തന്നെ ആയിരുന്നു അറ്റാക്ക്. റഫേലിയോടെ ആ ഒരു വിങ്ങിൽ കൂടെ തന്നെ ആയിരുന്നു മെയിനായിട്ട് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്നല്ലാണ്ട് വേറൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ബോക്സിൽ നിന്ന്. പക്ഷെ അതാണെങ്കിൽ സേവ് ആക്കുകയും ചെയ്തു, ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത്. അതല്ലാണ്ട് ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. വിങ്ങിൽ കൂടാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള ക്രോസുകളൊന്നും പതിവ് പോലെ തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഈ ജാവോ കാൻസലോയുടെ ഭാഗത്തുനിന്നൊന്നും ജാവോ കാൻസലൊക്കെ ഈ മാച്ചിൽ തീരെ പോരായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഡ്രോ, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യലും ഈ ക്രൊയേഷ്യക്ക് അങ്ങോട്ട് ഇളകി. അവരുടെ കളി പുറത്തെടുക്കാൻ തുടങ്ങി. അതിനുശേഷം പോർച്ചുഗലിൻ്റെ ഡിഫൻസ് ഒന്നായിട്ട് ഷെയ്ക്ക് ആവുന്ന കാണാൻ പറ്റി. ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പോർച്ചുഗലിൻ്റെ ഡിഫൻസിനെ. ക്രൊയേഷ്യൻ്റെ കൗണ്ടറിലൊക്കെ ഈസി ആയിട്ട് പോർച്ചുഗലിൻ്റെ ആ ഒരു ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ക്രൊയേഷ്യക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. പെരിസിച്ചാണ് ഫസ്റ്റ് ഗോൾ അടിച്ചത്. നല്ല ഫിനിഷിംഗ് ആയിരുന്നു. അതാണ് അവരുടെ ഈ മാച്ചിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് അതാണെന്ന് ഓർക്കണം. അത് അവർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ആ ഗോൾ വന്നതിന് ശേഷം റഫേലിയോയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് പോസ്റ്റിനിടിച്ച് പോയി. അത് പോസ്റ്റിനിടിച്ച് പോയതും എൻ്റെ മൈൻഡിലേക്ക് വന്ന റൊണാൾഡോ കരഞ്ഞു പോകുന്ന ആ ഒരു സീനാണ്. ഇപ്രാവശ്യവും അത് കാണേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പെനാൽറ്റി ഗോൾ വരുന്നത് റൊണാൾഡോൻ്റെ. ആ ഒരു പെനാൽറ്റി കിട്ടി. കോർണറായിരുന്നു. കോർണറിൽ പോർച്ചുഗലിന് കിട്ടിയൊരു പെനാൽറ്റിയാണ്. ഒരു സോഫ്റ്റ് പെനാൽറ്റി ആണെന്ന് തന്നെ പറയാം. അതിലും വലുതൊക്കെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചിട്ടതാണ്. ആൾ ഓൾറെഡി വിൽക്കാൻ പോവുമായിരുന്നു. പക്ഷേ ക്രൊയേഷ്യൻ്റെ ആ ഒരു പ്ലെയർ ബാക്കിൽ നിന്ന് വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു 50-50 ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് അണ്ണനാണ് എടുക്കാൻ വന്നത്. എന്തൊരു പ്രഷർ സിറ്റുവേഷനിലാണ് ആ ഒരു പെനാൽറ്റി എന്ന് ആലോചിക്കാം. പക്ഷെ ആളത് ഈസി ആയിട്ട് എടുത്ത്, എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ആളുടെ ആ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുടെ മൈൻഡിലൂടെ എന്തായാലും പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്ര കൂളായിട്ട് പെനാൽറ്റി എടുക്കണമെങ്കിൽ അത് ആളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ആ ഒരു സമനില ഗോൾ നേടിക്കൊടുത്തതും റൊണാൾഡോനെ കോച്ച് സബ് ചെയ്യുന്ന കാണാൻ പറ്റി, മാർട്ടിനസ് സബ് ചെയ്യുന്ന കാണാൻ പറ്റി. അതിൻ്റെ മുമ്പ് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ, വിറ്റീനെ, ജാവോ നെവസിനൊക്കെ ഒരുമിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം റൊണാൾഡോനെ വലിച്ചു, ഗോൺസാലോ റാമോസിനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബെർണാണ്ടോ സിൽവയൊക്കെ ഇറക്കി. അങ്ങനെ പോർച്ചുഗൽ ഒരു പ്രഷർ ഇടാൻ ശ്രമിച്ചു ക്രൊയേഷ്യക്ക്. എന്നാലും അവരും ചാൻസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. കോവാച്ചിച്ചിൻ്റെ ഒരു ട്രൈ, ഡിയാഗോ കോസ്റ്റ സേവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഡിയാഗോ കോസ്റ്റ ശരിക്കും ഈ മാച്ചിൽ പോർച്ചുഗലിനെ സേവ് ചെയ്തു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പോർച്ചുഗലിന് ഈ ഒരു മാച്ചിൽ ലക്കും കൂടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പോർച്ചുഗലിന് ഈ ഒരു മാച്ച് ജയിക്കാൻ കാരണം. അങ്ങനെ വിന്നിങ് ഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിൻ്റെ 4ാമത്തെ മിനിറ്റിലാണ്. അതും ഒരു കിടിലം ഹെഡർ ഗോൺസാലോ റാമോസിൻ്റെ. ഈ മാച്ചിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ക്രോസ് വരുന്നത് ബോക്സിലേക്ക്. വിങ്ങ് കൂടാണ് കളിക്കുന്നത്, അപ്പോൾ ക്രോസുകൾ വരണമെന്ന് ഞാൻ പറഞ്ഞു. ഈ മാച്ചിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നത്. 3 പേര് ഗോൺസാലോ റാമോസിനെ ആ ടൈം മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആളത് വൃത്തിക്ക് ഒരു കിടിലം ഹെഡറായിരുന്നു. അതായിരുന്നു വിന്നിങ് ഗോൾ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഇഞ്ചുറി ടൈമിൻ്റെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ഗോൾ വരുന്നത് ക്രൊയേഷ്യയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അത് ഓഫ് സൈഡ് വിളിച്ചു വാർ ചെക്ക് ചെയ്ത് ആ ഗോള് ഡിസലൗഡ് ചെയ്യുന്നത് കാണാൻ പറ്റി. അത് ഓഫ് സൈഡ് തന്നെയാണ്. അങ്ങനെ ആ ഒരു ഗോള് ഡിസലൗഡ് ചെയ്തു. അണ്ണന് ഭാഗ്യമുണ്ട്. ഇത്തവണ ഭാഗ്യം അണ്ണൻ്റെ കൂടെ ഉണ്ട്, ഈ മാച്ചിൽ കൂടെ ഉണ്ട്. ഇനി വരുന്ന മാച്ചിലൊക്കെ ഈ ഭാഗ്യം കൂടെ നിൽക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതിലും നല്ലൊരു പെർഫോമൻസ് പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൻ്റെ ഭാഗത്തുനിന്നൊക്കെ. അതുതന്നെയാണ് പ്രശ്നം. ഒരേ ഗെയിം സ്റ്റൈലാണ് എല്ലാ മാച്ചിലും അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്ന റോബർട്ടോ മാർട്ടിനസ്. ഈ വിങ് കൂടെ തന്നെയുള്ള അറ്റാക്ക്, വിങ് കൂടെ ആണെങ്കിൽ കാര്യമായിട്ടുള്ള ക്രോസ് ഒന്നും വരുന്നില്ല. ഈ കാൻസലോനെ പിന്നെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല. അയാൾ ഡിഫൻസീവിലൊന്നും ചെയ്യുന്നില്ല, അറ്റാക്കിങ്ങിലേക്കൊന്നും ചെയ്യുന്നില്ല. പെഡ്രോ നെറ്റോ ആണെങ്കിലും ബോക്സിൻ്റെ ഫൈനൽ തേർഡിൽ എത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവർക്ക്
മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അവർ കളിക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു വിജയം, ഇത് എന്തായാലും ടീമിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ടാവും. അടുത്ത കളി സ്പെയിനോടാണ്. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ. നല്ലൊരു ത്രില്ലിംഗ് പ്രീ ക്വാർട്ടറാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പോർച്ചുഗലിനെ അറിയാം സ്പെയിൻ എങ്ങനെ പൊട്ടിക്കണമെന്നൊക്കെ. നാഷൻസ് ലീഗൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് സ്പെയിനെ. പക്ഷേ സ്പെയിനാണ്, അവരുടെ ക്വാളിറ്റി അറിയാലോ. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഒരു മാച്ചിനെ കുറിച്ച് മറ്റു വീഡിയോ എടുത്താം.